പൂരലഹരിയിൽ ഉത്രാളിക്കാവ് കൂട്ടിയെഴുന്നള്ളിപ്പ് താളവാദ്യ വർണ്ണ വിസ്മയമായി. പഴയന്നൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കും. ചെറുതുരുത്തി നെടുമ്പുര പ്രദേശത്ത് കുരങ്ങ് ശല്യം രൂക്ഷം. വീടിന്റെ ഓട് തകർത്ത് അകത്ത് കയറിയ കുരങ്ങന്മാർ സാധനങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. കൊരട്ടി നാലുകെട്ടിൽ പൊളിച്ചിട്ട റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിലെ ജല അതോറിറ്റി കാര്യാലയം നാട്ടുകാർ ഉപരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പൂരലഹരിയിൽ ഉത്രാളിക്കാവ്. പൂരത്തിലെ പ്രധാന പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് കുനിശ്ശേരി അനിയന്മാരാരുടെ നേതൃത്വത്തിൽ നടപ്പുര പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ ആരംഭിച്ചതോടെയാണ് പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായത്. എങ്കക്കാട് ദേശം എഴുന്നള്ളിപ്പ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടന്നതോടെ കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ ആരംഭിച്ചു. എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് നടന്ന പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ, കോങ്ങാട് മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12-ന് ചരിത്രപ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യം കരിമരക്കാട് ശിവക്ഷേത്രത്തിൽ ആരംഭിച്ചതോടെ വടക്കാഞ്ചേരി എഴുന്നള്ളിപ്പിന് തുടക്കമായി. വൈക്കം ചന്ദ്രൻ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി. കുമരനെല്ലൂർ ദേശം ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടക്കുന്നതോടെ ദേശങ്ങൾ തമ്മിലുള്ള എഴുന്നള്ളിപ്പ്, പൂതൻ, തിറ, ഹരിജൻ വേല എന്നിവ നടന്നു. തുടർന്ന് ഭഗവതിപൂരം കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. രാത്രി എങ്കക്കാട് ദേശം വെടിക്കെട്ടിന് തിരികൊളുത്തിയതോടെ പകൽപൂരത്തിന് സമാപനമായി. വടക്കാഞ്ചേരി ദേശത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും എങ്കക്കാടിന് തിരുവമ്പാടി ചന്ദ്രശേഖരനും കുമരനെല്ലൂരിന് പുതുപ്പള്ളി കേശവനും തിടമ്പേറ്റി. പഴയന്നൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. SK ഫുട്വെയർ സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. സ്ഥാപനം തുറന്ന ശേഷമാണ് തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കടയിലെ ഇൻവെർട്ടർ സ്ഥാപിച്ചിരുന്ന ഭാഗത്തു നിന്നാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കടയുടമ പറഞ്ഞു. കടയിലുണ്ടായിരുന്ന ബാഗുകൾ, ചെരുപ്പുകൾ എന്നിവ കത്തി നശിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. സ്ഥാപനമായ SK ഫുട്വെയറിൽ നിന്ന് രാവിലെ 9-നും 9:30 ഇടയ്ക്ക് ഇൻവെർട്ടറിൽ തീപിടുത്തമുണ്ടായി. സ്റ്റാഫ് വിളിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞത്. അവൻ രാവിലെ 9 മണിക്ക് ഷോപ്പ് തുറന്നതിന് ശേഷമാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 1.5 ലക്ഷത്തിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടായിട്ടുണ്ട്. ചെറുതുരുത്തി നെടുമ്പുര പ്രദേശത്ത് കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമായി. കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ കുരങ്ങന്മാർ നെടുമ്പുര കോട്ടയിൽ വീട്ടിൽ സുധനന്റെ വീട്ടിൽ നാശനഷ്ടങ്ങൾ വരുത്തി. വീടിന്റെ ഓടുകൾ തകർത്തകത്ത് കയറിയ കുരങ്ങന്മാർ സാധനങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. നെല്ല് സൂക്ഷിച്ച കുടങ്ങൾ, അരിപ്പാത്രങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, മറ്റ് വീട്ടുപകരണങ്ങൾ എന്നിവയും തയ്യാറാക്കി വെച്ച ഭക്ഷണങ്ങളും കുരങ്ങന്മാർ നശിപ്പിച്ചു. സമാന രീതിയിൽ പ്രദേശത്ത് മറ്റ് പല വീടുകളിലും കുരങ്ങന്മാരുടെ ശല്യമുണ്ടായിട്ടുണ്ട്. വളരെ മോശമാണ്. ഈ വന്യജീവികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരങ്ങന്മാരെ കൊണ്ട് ഏറ്റവും കൂടുതൽ പന്നി വേറെ അതുകൊണ്ടേ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു വസ്തു, ഒരു സാധനം പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ നമുക്ക് വെച്ച ചോറ് പോലും നമുക്ക് കഴിക്കാൻ പോലും കിട്ടുന്നില്ല. കൊരട്ടി നാലുകെട്ടിൽ പൊളിച്ചിട്ട റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിലെ ജല അതോറിറ്റി കാര്യാലയം ഉപരോധിച്ചു. നാലുകെട്ട് ഇരട്ടച്ചിറ റോഡിന്റെ 1 കിലോമീറ്റർ ദൂരം തിങ്കളാഴ്ച മുതൽ ടാറിംഗ് തുടങ്ങുമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം പിന്നീട് അവസാനിപ്പിച്ചു. ടാറിംഗിന് മുന്നോടിയായി 6 വീടുകളിലേക്ക് പുതിയ വാട്ടർ കണക്ഷൻ നൽകൽ അടുത്ത 3 ദിവസത്തിനകം പൂർത്തിയാക്കും. കാലപ്പഴക്കമെന്ന ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇടയ്ക്കിടെ പൊട്ടുമ്പോൾ അറ്റകുറ്റപ്പണികൾക്കാണ് പ്രദേശത്ത് റോഡ് പൊളിച്ചത്. പിന്നീട് ഇത് കൃത്യമായി മൂടാറില്ല. ജൽജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അടുത്തിടെ റോഡ് പൊളിച്ചു. ഇതോടെ പല സ്ഥലത്തും വലിയ ഗർത്തങ്ങളും രൂപം കൊണ്ടു. തകർന്ന റോഡിലൂടെ സ്വകാര്യ ബസ്സുകളടക്കം ഓട്ടം നിർത്തിവെച്ചു. ജീവിതം വഴിമുട്ടിയതോടെയാണ് നാട്ടുകാർ ഉപരോധ സമരത്തിന് തുനിഞ്ഞത്. കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP തോമസ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ഡെന്നീസ് ആന്റണി, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി MV ഗംഗാധരൻ തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വെള്ളത്തിന്റെ പ്രശ്നമായതുകൊണ്ടേ വെള്ളം കഴിക്കാനൊന്നുമില്ല.
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 50 വർഷം കഠിന തടവും 3,70,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വലക്കാവ് മണ്ണൂർ സ്വദേശി ഇമ്മട്ടി വീട്ടിൽ എബിനെയാണ് തൃശൂർ അതിവേഗ സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 3 വർഷവും 2 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KA സുനിത, അഭിഭാഷകനായ T ഋഷി ചന്ദ് എന്നിവർ കോടതിയിൽ ഹാജരായി. ഹിന്ദുക്കൾക്ക് വേണ്ടി രാമരാജ്യം കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടെന്ന് കോൺഗ്രസ് കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ MP പറഞ്ഞു. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹസന്ദേശ യാത്ര 7ാം ദിവസത്തെ പര്യടനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാമരാജ്യം കൊണ്ടുവരുമെന്ന് പറയുന്നവർ നാഥുറാം ഗോഡ്സെയുടെ രാജ്യമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞവർ 1 കോടി തൊഴിൽ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. 10 വർഷത്തെ മോദി ഭരണം രാജ്യത്തിന്റെ സുരക്ഷ വരെ അപകടത്തിലാക്കിയെന്നും തരൂർ ആരോപിച്ചു. ജാഥ ക്യാപ്റ്റൻ TN പ്രതാപൻ MPക്ക് അദ്ദേഹം പതാക കൈമാറി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് സെക്രട്ടറി അരവിന്ദൻ പല്ലത്ത്, മുൻ MLA TV ചന്ദ്രമോഹൻ, നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, സുനിൽ അന്തിക്കാട്, O അബ്ദുറഹ്മാൻ കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ബോർഡ് നമ്മൾ മാനേജ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഭരണകാലത്തിൽ പ്രത്യേകിച്ച് ഒരിക്കൽ സ്ഥാപിച്ച ആ സമാധാനം ഒരു മനുഷ്യനൊരു ബുദ്ധിമുട്ട് വരാതെ, ചൈനയും ഇന്ത്യയും ഞങ്ങളുടെ പെർസെപ്ഷൻ വേറെയാണ്. ചൈന പറയുന്നു ഞങ്ങളുടെ ബോർഡർ അതുവരെയാണ്, ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ബോർഡർ ഇതുവരെയാണ്. അപ്പൊ ശരി, തിങ്കളാഴ്ച ഞങ്ങൾ അവിടെ പെട്രോൾ ചെയ്യുന്നു, ചൈനക്കാർ ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല. ചൊവ്വാഴ്ച ചൈനക്കാർ ഇതുവരെ പെട്രോൾ ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല. ഇങ്ങനെ സമാധാനത്തോടെ നടന്നൊരു വിഷയമായിരുന്നു. വാർത്തകൾ ബ്രേക്ക് ചെയ്യാനുള്ള തിടുക്കത്തിൽ വാസ്തവം അന്വേഷിക്കാതെ വാർത്ത നൽകുന്ന രീതി മാധ്യമങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണെന്ന് ഡോക്ടർ ശശി തരൂർ MP. സെൻസേഷന് വേണ്ടിയുള്ള പാച്ചിലിൽ വ്യക്തിഹത്യകൾ നടത്തുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നും ശശി തരൂർ പറഞ്ഞു. പുതുക്കാട് പ്രചോദിനികേതൻ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം സംഘടിപ്പിച്ച ദേശീയ മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശശി തരൂർ. പുരാണത്തിൽ പറയുന്ന അഗ്നിപരീക്ഷ ഇന്ന് മാധ്യമങ്ങളാണ് നടത്തുന്നത്. ജനപക്ഷത്ത് നിന്ന് സർക്കാരിനെ വിമർശിക്കേണ്ട മാധ്യമങ്ങൾ ഇന്ന് സർക്കാരുകളുടെ മർദ്ദക ഉപകരണങ്ങളായി മാറുന്ന സ്ഥിതിവിശേഷമുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. പ്രചോദിനികേതൻ സ്ഥാപക മാനേജർ ഫാദർ ഹർഷജൻ പടയാറ്റിൽ അധ്യക്ഷനായിരുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ MP സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ വർത്തമാന സാഹചര്യങ്ങളെക്കുറിച്ചും ഫേവർ ഫ്രാൻസിസ് ബ്രാൻഡ് നാമകരണത്തിലെ സൗന്ദര്യാത്മകതയെക്കുറിച്ചും ക്ലാസ് നയിച്ചു. ചാലക്കുടി നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ ജില്ലാ ടൗൺ പ്ലാനർ മുനിസിപ്പൽ ചെയർമാന് കൈമാറി. 12 വർഷത്തോളം നീണ്ട പ്രവർത്തനങ്ങൾക്ക് ശേഷം അന്തിമമായി അംഗീകരിച്ച മാസ്റ്റർ പ്ലാനാണ് ജില്ലാ ടൗൺ പ്ലാനർ TK രാജീവ് നഗരസഭാ ചെയർമാൻ എബി ജോർജിന് നൽകിയത്. നഗരസഭാ പരിധിയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി മുതൽ നടപ്പിലാക്കുക. ഇതോടെ നഗരസഭ രൂപം കൊണ്ട കാലത്ത് തയ്യാറാക്കിയ 2 DTP സ്കീമുകളും ഇല്ലാതായി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ച കരട് മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. തുടർന്നാണ് ഇപ്പോഴത്തെ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുജനങ്ങളിൽ പരാതികൾ സ്വീകരിക്കുകയും കാതലായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തത്. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോർജ് തോമസ്, ദീപു ദിനേശ്, ജിജി ജോൺസൺ, സുസമ്മ ആന്റണി എന്നിവർ പങ്കെടുത്തു. വേലൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി വ്യാപാര സ്ഥാപന ഉടമ അറസ്റ്റിൽ. വേലൂർ കീഴ്ത്തണ്ടിലം സ്വദേശി കരുവായിൽ വീട്ടിൽ പ്രദീപനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ P ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രദീപന്റെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ മാർക്കറ്റിൽ പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 5 കിലോയോളം തൂക്കം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് പിടികൂടിയത്. കുറഞ്ഞ വിലയിൽ വാങ്ങിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ വൻ തുക ഈടാക്കിയാണ് യുവാക്കൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും പ്രതി വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി പ്രതിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ, പ്രിവന്റീവ് ഓഫീസർ സന്തോഷ്, സിവിൽ വുമൺ എക്സൈസ് ഓഫീസർ നിവ്യ ജോർജ്, സിവിൽ എക്സൈസ് ഓഫീസർ സതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മേഖലയിൽ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് തിടമ്പേറ്റുന്ന ആനയെ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ച കേന്ദ്ര കമ്മിറ്റി തീരുമാനം അന്യായമാണെന്ന് ചാഴൂർ കുറുമ്പിലാവ് ദേശം ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
നിയമപ്രകാരം ചാഴൂർ കുറുമ്പിലാവ് ദേശത്തിന്റെ ആനയായ ചിറക്കൽ കാളിദാസനാണ് തിടമ്പേറ്റാൻ യോഗ്യത. കാളിദാസന്റെ ഉയരം തെളിയിക്കുന്ന അസൽ രേഖ വനവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ കാളിദാസിന് തിടമ്പ് നൽകിയാൽ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് മറ്റ് ദേശക്കാർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് കാളിദാസനേക്കാൾ 6 ഇഞ്ച് ഉയരക്കുറവുള്ള ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശക്കാരുടെ ആനയായ തൃക്കടവൂർ ശിവദാസനുമായി നറുക്കിട്ട് തിടമ്പ് നിശ്ചയിക്കാനാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് 7 ദേശക്കാർ പങ്കെടുക്കുന്ന ഉത്സവത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ ചാഴൂർ കുറുമ്പിലാവ് ദേശത്തിന്റെ ആനയെ 7ാം സ്ഥാനത്താണ് നിർത്തുക എന്നും ഇവർ പറഞ്ഞു. ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ഷിബുദേവ് കുന്നത്ത്, പ്രസിഡന്റ് വിനീഷ് പോട്ടയിൽ, ട്രഷറർ യദു കൃഷ്ണ, ലൈജു ചെറുമുളങ്ങാട്ട്, സാഗർ കുറുപ്പത്ത്, ഷൈൻ കാഞ്ഞൂര് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പോലീസ് ചമഞ്ഞ് വാഹനം തടഞ്ഞ് വിദേശത്തേക്ക് പോകുന്നയാളുടെ വിസയും ടിക്കറ്റും തട്ടിയെടുത്ത യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി ഉരുവിൻപുറത്ത് നൌഫലാണ് അറസ്റ്റിലായത്. 2023 ഡിസംബർ 27-നാണ് സംഭവം. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന ചാലിശ്ശേരി മുക്കിലപ്പിടിക സ്വദേശി ഖാദർ സഞ്ചരിച്ചിരുന്ന കാറിനെ മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്നെത്തിയ നൌഫൽ പഴിയൊട്ടുമുറിയിൽ വെച്ച് തടയുകയും കേസിൽ പ്രതിയാണെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും പറഞ്ഞ് പാസ്പോർട്ടും ടിക്കറ്റും കൈവശപ്പെടുത്തി കടന്നു കളയുകയായിരുന്നു. ഖാദർ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞെങ്കിലും ഇയാൾ ഒളിവിൽ കഴിഞ്ഞ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചു. കോടതി ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷകർക്ക് ലോൺ മേളയും കന്നുകാലി ഇൻഷുറൻസ് ക്യാമ്പും സംഘടിപ്പിച്ചു. മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടന്ന ക്യാമ്പ് സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗം വർഗീസ് ആക്കാശ്ശേരി അധ്യക്ഷനായിരുന്നു. ഭരണസമിതി അംഗങ്ങളായ ആന്റണി മുട്ടംകുളം, പൗലോസ് കുഴുപ്പള്ളി, സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, ഭരണസമിതി അംഗം ജോസഫ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ ഭരണസമിതിയെങ്കിലും പറയാറുണ്ട് പശുക്കളെ ഇൻഷുർ ചെയ്യണം. പെരുമ്പിലാവിൽ ബൈക്കും കാറുകളും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പാലക്കാട് പന്നിശ്ശേരി സ്വദേശി ബാലനാണ് പരിക്കേറ്റത്. പെരുമ്പിലാവ് സിഗ്നലിൽ നിർത്തിയ ബൈക്കിനും കാറിനും പുറകിൽ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം സ്റ്റേഷനിലെ അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ ഹരിക്കുട്ടൻ എന്നിവരുടെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന വാർഡിനോട് ചേർന്ന് ജീവനക്കാർ മാലിന്യം കത്തിക്കുന്നത് പതിവാകുന്നു. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം കത്തിക്കുമ്പോൾ രൂക്ഷമായ ദുർഗന്ധവും ഉണ്ടാകുന്നതായി രോഗികൾ പറയുന്നു. ഏറെ നേരം പുക ശ്വസിച്ച് ചുമയും ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നുണ്ടെന്നും പരാതികളുണ്ട്. മോർച്ചറിക്കും വാർഡിനുമിടയിലുള്ള സ്ഥലത്ത് സംഭരണി ഒരുക്കി അതിലാണ് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത്. പെരിഞ്ഞനം ബീച്ചിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ബസിന്റെ ചില്ല് അടിച്ച് തകർക്കുകയും ചെയ്ത കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുളിമുട്ടം ഭജനമഠം സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ഇളയാംപുരയ്ക്കൽ രാഹുൽ രാജ്, പെരിഞ്ഞനം ഓണപ്പറമ്പ് സ്വദേശി കോഴിപ്പറമ്പിൽ സുബീഷ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ, SI പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 22-നാണ് കേസിനാസ്പദമായ സംഭവം. പെരിഞ്ഞനം സുജിത്ത് ബീച്ച് പരിസരത്ത് കൊപ്രപ്പറമ്പിൽ സന്തോഷിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും സമീപത്ത് നിർത്തിയിട്ടിരുന്ന ശ്രീ അയ്യപ്പ ഫിഷിംഗ് ഗ്രൂപ്പ് ബസിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ 3 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. ഗുരുവായൂർ സബ് RT ഓഫീസിൽ ലേണേഴ്സ് ടെസ്റ്റ് സ്ഥിരമായി വൈകുന്നതായി പരാതി. ചൊവ്വാഴ്ച ടെസ്റ്റിനെത്തിയ 100ഓളം പേർക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നു. രാവിലെ 7 മുതൽ പരീക്ഷാർത്ഥികൾ RT ഓഫീസിലെത്തിയിരുന്നു. 11 മണിയോടെയാണ് ടെസ്റ്റ് ആരംഭിച്ചത്. ഉദ്യോഗസ്ഥൻ ഇല്ലാതിരുന്നതിനാലാണ് ടെസ്റ്റ് വൈകാൻ കാരണമായത്. മോട്ടോർ വാഹന വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് എത്തിയതിനാൽ ടെസ്റ്റിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനും പോകേണ്ടി വന്നു. ഇദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷമാണ് ടെസ്റ്റ് തുടങ്ങിയത്. സേവനങ്ങൾ തടസ്സപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. കടവല്ലൂരിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ നിന്ന് ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ് കവർന്നു. ചാലിശ്ശേരി സ്വദേശി ഷാനിന്റെ സ്കൂട്ടറിൽ നിന്നാണ് 1 ലക്ഷത്തോളം രൂപ വില വരുന്ന ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ് മോഷണം പോയത്. ബാഗിൽ ചെക്കുകളും സൂക്ഷിച്ചിരുന്നു. കടവല്ലൂരിലെ സ്വകാര്യ സ്ഥാപനത്തിന് മുൻപിൽ സ്കൂട്ടർ പാർക്ക് ചെയ്തിരുന്നതിന് ശേഷം സാധനങ്ങൾ വാങ്ങി തിരികെ എത്തിയപ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ യു മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു.
പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊടിമരം നാട്ടി. ക്ഷേത്ര നടവഴിയിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ചു കൊണ്ടുവന്ന കൊടിമരം ക്ഷേത്ര നടപ്പുരയിൽ ദേവസ്വം ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന് സ്ഥാപിച്ചു. തുടർന്ന് ആറാട്ടുപുഴ പൂരം പങ്കാളി ക്ഷേത്രങ്ങൾക്ക് തിരുവുള്ളക്കാവ് ദേവസ്വം വകയായി നൽകുന്ന 25 പാട്ട എണ്ണയുടെ വിതരണം ദേവസ്വം സെക്രട്ടറി എ കുമാരൻ നിർവഹിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും വിവിധ ക്ഷേത്രങ്ങളിലെ പൂരക്കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. അതീവ 17 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് 10 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചൂണ്ടൽ സ്വദേശി ചൂണ്ടപ്പുരയ്ക്കൽ മനോജിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ലിഷ ശിക്ഷിച്ചത്. 2020 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി അഭിഭാഷകരായ ബിനോയ്, അശ്വതി, രഞ്ജിക ചന്ദ്രൻ എന്നിവർ കോടതിയിൽ ഹാജരായി. കലാമണ്ഡലം ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയെന്ന സംശയം. തിങ്കളാഴ്ച വൈകിട്ടാണ് 25ഓളം വിദ്യാർത്ഥികൾക്ക് വയറിളക്കവും പനിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചെറുതുരുത്തിയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. ഹോസ്റ്റൽ ക്യാന്റീനിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് ഉഴുന്നുവട കഴിച്ചിരുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ആധികാരിക രേഖകൾ നൽകുന്നതിനുള്ള ABCD ക്യാമ്പ് കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. നിരവധി ആദിവാസി കുടുംബങ്ങൾക്ക് ചടങ്ങിൽ റേഷൻ കാർഡ് നൽകി. ആദിവാസി വിഭാഗങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡും ആരോഗ്യ ഇൻഷുറൻസ് കാർഡും അനുവദിച്ചു. വരന്തരപ്പിള്ളി, പുത്തൂർ, തൃക്കൂർ, അളഗപ്പനഗർ, മറ്റത്തൂർ, നടത്തറ പഞ്ചായത്തിലെ 28 ആദിവാസി കോളനികളിൽ നിന്നുള്ള 300ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ജില്ലാ ഭരണകൂടവും സംസ്ഥാന IT മിഷൻ, പട്ടികവർഗ വികസന വകുപ്പ്, വരന്തരപ്പിള്ളി പഞ്ചായത്തുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ, IT മിഷൻ ജില്ലാ പ്രൊജക്ട് മാനേജർ ലിജോഷ് ജോൺ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി, കുന്നംകുളം, വടക്കാഞ്ചേരി, മണലൂർ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട നവീകരണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. കേച്ചേരി വേലൂർ റോഡ്, വേലൂർ ചുങ്കം, തയ്യൂർ കോട്ടപ്പുറം റോഡ്, പാത്രമംഗലം റോഡുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി ആധുനിക നിലവാരത്തിൽ നവീകരിച്ചത്. AC മൊയ്തീൻ MLA അധ്യക്ഷനായിരുന്നു. സേവർ ചിറ്റലപ്പള്ളി MLA മുഖ്യാതിഥിയായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TR ഷോബി, മീന സാജൻ, രേഖ സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചെയ്യുന്നതാണ്. 5 വർഷക്കാലത്തേക്കാണ് കാലാവധി പറഞ്ഞെങ്കിലും 6-7 വർഷക്കാലം കേടുകൂടാതെ കിടന്ന റോഡാണ്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ JCB ഉപയോഗിച്ച് മണ്ണെടുക്കുന്നതിനിടയിൽ പരിക്കേറ്റ മൂർഖൻ പാമ്പിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. മേത്തല കുന്നച്ചുവടിന് സമീപം റോഡ് ശരിയാക്കുന്നതിനിടയിലാണ് JCBയുടെ ലോഡർ ബക്കറ്റ് തട്ടി പുല്ലാനി മൂർഖന് പരിക്കേറ്റത്. തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകനായ താഹിർ അഴീക്കോട് പാമ്പിനെ കൊടുങ്ങല്ലൂർ വെറ്ററിനറി ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പാമ്പിനെ സർജൻ ഡോക്ടർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരായ ഗൗതം, കാവ്യ, ഹർഷ, കീർത്തന, ജിൻസി, സ്നേഹ എന്നിവരടങ്ങിയ സംഘം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. വിദഗ്ധ ചികിത്സയ്ക്കായി മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ എത്തിക്കുന്നതിനായി പാമ്പിനെ വനം വകുപ്പിന് കൈമാറി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവനും സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളം ചൂണ്ടലിൽ മധ്യവയസ്കനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആരുവായി വീട്ടിൽ 58 വയസ്സുള്ള മോഹനനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ ഇദ്ദേഹം തനിച്ച് താമസിച്ചിരുന്ന വീട്ടിലെ മുറിയിൽ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. സെക്യൂരിറ്റി ജീവനക്കാരനായ മോഹനൻ കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി കിടന്നതാണെന്ന് പറയുന്നു. വീടിന് പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് സമീപവാസികൾ നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളം പോലീസിനെ വിവരം അറിയിച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ U മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ക്യാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ക്യാൻ തൃശൂർ നോഡൽ ഓഫീസർ PK രാജു, കൊടകര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK സ്മിത, ഹെൽത്ത് ഇൻസ്പെക്ടർ PB അന്ത്രു തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എരുമപ്പെട്ടി
ഡിവിഷൻ മെമ്പറുമായ MM സലീമിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടി DCC പിൻവലിച്ചു. ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. ഇത് സംബന്ധിച്ചുള്ള കത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾക്ക് നൽകി. വിജയവാഡയിൽ നടന്ന ദക്ഷിണേന്ത്യൻ സയൻസ് ഫെയറിൽ ഗ്രൂപ്പ് കാറ്റഗറിയിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ PTA ആദരിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥി അഖിൽ സുഭാഷ്, 9ാം ക്ലാസ് വിദ്യാർത്ഥി ശിവ തേജസ് എന്നിവരെയാണ് ആദരിച്ചത്. ആദരം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS രാജേഷ് അധ്യക്ഷനായിരുന്നു. DEO സോണി എബ്രഹാം, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല സോമൻ, വാർഡ് മെമ്പർ KR ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററും മാള കാർമൽ കോളേജും ചേർന്ന് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കും. കാർമൽ കോളേജിൽ വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന ജോബ് ഫെയറിൽ 30 സ്ഥാപനങ്ങളിലായി 500ഓളം ജോലി ഒഴിവുകളുണ്ട്. ബന്നി ബഹനാൻ MP ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്യും. പങ്കെടുക്കുന്നവർ വ്യക്തിവിവരങ്ങളും സർട്ടിഫിക്കറ്റ് പകർപ്പും കൊണ്ടുവരണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ NV സമീറ, പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ സീന, ഷാജു ലോനപ്പൻ, ഡോക്ടർ P പ്രിറ്റി ജോൺ എന്നിവർ അറിയിച്ചു. കുനമൂച്ചി സത്സംഗ് ഏർപ്പെടുത്തിയ ആർട്ടിസ്റ്റ് നമ്പൂതിരി ചിത്രപ്രതിഭാ പുരസ്കാരം മാധ്യമപ്രവർത്തകൻ TT മുനേഷിന് സമ്മാനിച്ചു. മുൻ MPയും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗവുമായ ചെങ്ങറ സുരേന്ദ്രൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കലാകാരന്മാർ പ്രാദേശികമായി ആദരിക്കപ്പെടുന്നത് അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പൊതുസമൂഹത്തിന്റെ അംഗീകാരമായി കണക്കാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 5000 രൂപയുടെ ക്യാഷ് അവാർഡ് തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് സമ്മാനിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയായ മുനേഷിനെ പ്രിൻസിപ്പൽ ജിതാമോൾ P പുല്ലേലിയും പ്രധാനാധ്യാപിക EV സതീദേവിയും ചേർന്ന് പൊന്നാട അണിയിച്ചു. മാധ്യമപ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി പ്രശസ്തി പത്രം നൽകി. സത്സംഗ് ചെയർമാൻ PJ സ്റ്റൈജു അധ്യക്ഷനായിരുന്നു. 5000 രൂപയുടെ ഒരു ക്യാഷ് അവാർഡ് നൽകുന്നത് പ്രമുഖ കലാകാരനായിട്ടുള്ള പറപ്പൂക്കര പഞ്ചായത്ത് 10ാം വാർഡിൽ ലൈഫ് മിഷൻ വഴി നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശൈലജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ എന്നിവർ സന്നിഹിതരായി. ബോട്ടണിയിൽ PhD നേടി പുതുക്കാട് സ്വദേശിനി അഞ്ജു ബൈജു. ഭാരതീയർ സർവകലാശാലയിൽ നിന്നാണ് അഞ്ജു PhD നേടിയത്. പുതുക്കാട് ബസാർ റോഡ് ഉല്ലൂക്കാരൻ വീട്ടിൽ ബൈജു ചാക്കോയുടെയും റിനി ബൈജുവിന്റെയും മകളാണ്. നവതിയുടെ നിറവിലെത്തിയ കവിയും പ്രഭാഷകനും അധ്യാപകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് ശിഷ്യ സുഹൃത്ത് സമിതി മാർച്ച് 4-ന് ആദരവ് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. രുക്മിണി റിജൻസിയിൽ വൈകിട്ട് 4-ന് നടക്കുന്ന സമാദരണ സദസ്സ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. രാധാകൃഷ്ണൻ കാക്കശ്ശേരിയുടെ മണ്ണ് മനസ്സ് മയിൽപീലി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും നടക്കും. രാജീവ് കണിയാശ്ശേരി, IP രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ, K നളിൻ ബാബു, KK മനോജ്, സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് KS അജിത് കുമാർ, ഷീജ സദാനന്ദൻ, സീന അനിൽകുമാർ, രഹിന പ്രജു, ചേർപ്പ് AEO AV സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത പോട്ട മേൽപ്പാലത്തിന് ഭീഷണിയായി ആൽമര തൈകൾ. പാലത്തിന്റെ അരികിലെ വിടവുകളിലാണ് നിരവധി അറയാൽ തൈകൾ വളരുന്നത്. ആഴത്തിൽ വേരോടുന്ന ഇവയുടെ വളർച്ച മേൽപ്പാലത്തിന് ഗുരുതര ബലക്ഷയം സംഭവിക്കാൻ ഇടയാക്കുന്നുണ്ട്. റോഡിന്റെ 6 വാളുകൾക്കിടയിലാണ് ഇവ വളർന്നു നിൽക്കുന്നത്. 6 വാളിന്റെ അകത്ത് നിറച്ചിരിക്കുന്ന മണ്ണ് തൈകളുടെ വേരോട്ടത്തിന് അനുയോജ്യ ഘടകമാണ്. മേൽപ്പാലത്തിന്റെ അകത്തുണ്ടാകുന്ന വിള്ളൽ അപകട കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച K രാധാകൃഷ്ണന് അഭിവാദ്യം അർപ്പിച്ച് എരുമപ്പെട്ടിയിൽ CPM പ്രകടനം നടത്തി. കരിയന്നൂരിൽ നിന്ന് ആരംഭിച്ച് എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ച പ്രകടനത്തിന് ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, കുഞ്ഞുമോൻ കരിയന്നൂർ, PT ജോസഫ്, അനിൽ, സിന്ധു കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
മുരിയാട് പഞ്ചായത്തിന്റെ 2ാം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 15ാം വാർഡ് ആനുരുളി 4 സെന്റ് കോളനി മിനി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. 10 ലക്ഷം രൂപ ചെലവഴിച്ച് 25ൽ പരം കുടുംബങ്ങൾക്ക് ശുദ്ധജലമെത്തിക്കുന്ന പദ്ധതിയാണിത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ചാലക്കുടി നഗരസഭ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 8-9 ക്ലാസുകളിലെ 40 കുട്ടികൾക്കാണ് മേശയും കസേരയും നൽകിയത്. വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ടൗൺ പ്ലാനർ TK രാജീവ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരലഹരിയിൽ ഉത്രാളിക്കാവ് കൂട്ടിയെഴുന്നള്ളിപ്പ് താളവാദ്യ വർണ്ണ വിസ്മയമായി. പഴയന്നൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചെറുതുരുത്തി നെടുമ്പുര പ്രദേശത്ത് കുരങ്ങ് ശല്യം രൂക്ഷം. വീടിന്റെ ഓട് തകർത്തകത്ത് കയറിയ കുരങ്ങന്മാർ സാധനങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. കൊരട്ടി നാലുകെട്ടിൽ പൊളിച്ചിട്ട റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിലെ ജല അതോറിറ്റി കാര്യാലയം നാട്ടുകാർ ഉപരോധിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.